നമസ്കാരം. മാന്നാർ മത്തായി സ്പീക്കിംഗ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഇപ്പം അതിന് വേറൊരു വെർഷൻ വന്നിരിക്കുകയാണ്, കോയ സ്പീക്കിംഗ്. നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ അവർകൾ അവിടെ ഒരു പ്രോഗ്രാമാണ് കോയ സ്പീക്കിംഗ്. കോയ സ്പീക്കിംഗ് നടക്കുന്നത് ഉദാഹരണത്തിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് വെച്ചാൽ ഞായറാഴ്ചയിൽ മാത്രം വരുന്ന ആൾക്കാരുണ്ട്. കോയ സ്പീക്കിംഗ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കോയ സ്പീക്കിംഗ് ഉണ്ട്, നമുക്കെന്തെങ്കിലും ചെയ്യണം, ഇത് ഇല്ലാണ്ടാക്കാൻ. മറ്റുള്ളത് എന്താ പറയുക, ഞായറാഴ്ച കോയ സ്പീക്കിംഗ് ഉണ്ട്, ഒന്ന് പോയി കേൾക്കണം, അത്രമാത്രമേ പറയുള്ളൂ. അവരാ സമയത്ത് പോകുന്നു നിൽക്കണം. മറ്റോരോ അപ്പം തന്നെ വടിയും കുന്തവും കല്ലുമൊക്കെ മിനുക്കി വയ്ക്കും കല്ലെറിയാൻ. കോയ സ്പീക്കിംഗ്. അദ്ദേഹം ഈ കോയ സ്പീക്കിംഗ് നടത്തുന്ന ഒരു സ്ഥലത്ത് മുടക്കാൻ നോക്കിയതാണ്. അദ്ദേഹത്തെ മുടക്കിയിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാളിലാണെങ്കിൽ ആ ഹാളിൻ്റെ ഉടമസ്ഥനോട് പോയി പറയും, അത് കൊടുത്താൽ തന്നെ ജീവനോട് വയ്ക്കില്ല എന്ന്, തന്നെ മക്കളെയും ജീവനോട് വയ്ക്കില്ല എന്ന്. പിന്നെ അയാൾ കൊടുക്കൂ, പാവം. ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കുന്നുണ്ട്, വോയിസ് വീഡിയോ. അത് പൊന്നാനിയിൽ പോയിട്ട് മതം മാറിയൊരു ഹിന്ദു പെണ്ണിൻ്റെ സങ്കടമാണ്, പരിദേവനമാണ്. ഇവിടെ നിയമപ്രകാരം ലവ് ജിഹാദില്ല. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ നിർബന്ധിത മതപരിവർത്തനം. ആരവിടെ കഴുത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് അടിച്ചിട്ട് നടക്കടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും മതപരിവർത്തനം നടത്തുന്നില്ല. പക്ഷേ മുമ്പ് പാടിയ പോലെ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരാമോ എന്നും പറഞ്ഞ് പതുക്കെ പതുക്കെ മധുരം കൊടുത്ത്, മധുരവചനങ്ങൾ കൊടുത്ത്, തേരുമ്പാനൊഴുക്കി മുത്തേ പൊന്നേന്ന് വിളിച്ച് അവിടെ കൊണ്ടുപോകും, മതം മാറ്റും. നിങ്ങളെ നിർബന്ധിച്ചിട്ടാണോ മതം മാറ്റി? അവരെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ പൊന്നാനിയിൽ നടന്ന കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ ശബ്ദലേഖനം പുറത്ത് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോയ പ്രോഗ്രാം ആരംഭിക്കുന്നതെന്ന് ഞാൻ കേട്ടത്. കോയ കോളിംഗ് എന്നുള്ള പരിപാടിയുടെ അവതാരകൻ അത് ഡോക്ടർ ആരിഫ് ഹുസൈൻ അവർകളാണ്. അദ്ദേഹത്തിന് കിട്ടിയൊരു ഫോൺ കോള്, കോയ കോളിംഗ് ഒരു ഫോൺ കോള്. അതിലൊരു പെൺകുട്ടി, ആ സംഭവം അങ്ങനെ ആയതുകൊണ്ട് അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് മാറി. ആ പെൺകുട്ടിയാണ് ഇതിൽ സംസാരിക്കുന്നത്. അതിൽ ആരിഫ് ഹുസൈൻ ചോദിക്കുന്നുണ്ട്, ഹലോ ആരിഫ് ഹുസൈൻ സാറല്ലേ? അതെ, ആരാ? പിന്നീട് ചർച്ച ആരംഭിക്കുന്നത്, ഞാനൊരു മതം മാറിയിട്ട് ഇപ്പോൾ ചാക്കുമൂടിയായിട്ട് നടക്കുന്നൊരവസ്ഥയിലാണ്, ആ കാര്യത്തിലേക്കാണ് വന്നത്. അപ്പോൾ ചോദിച്ചു, ഇപ്പോൾ അകത്തോ പുറത്തോ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് സാറേ. ഇപ്പോൾ സാറിൻ്റെ സംസാരം കേട്ടപ്പോഴാണ് ഇവിടെ വന്നത് അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ നേരത്തെ മനസ്സിലാക്കേണ്ടി ഈ അബദ്ധം കാണിക്കില്ല അല്ലേ? ഒരിക്കലും കാണിക്കില്ല സാറേ എന്ന് പറയുന്നുണ്ട്. കുട്ടി നന്നായിട്ട് സംസാരിക്കും. ആ തുടക്കത്തിൽ ആ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു എടുത്തുചാട്ടം ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ മതം മാറിയോട് കൂടിയിട്ട് അവിടുത്തെ കുടുംബത്തിൽ എത്തിയപ്പോഴാണ് പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കിയതെന്നാണ് യുവതി പറയുന്നത്. അമുസ്ലിങ്ങളോടുള്ള മനോഭാവത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവുകൾ അവർ പങ്കുവയ്ക്കുന്നു. തൃശ്ശൂരിലുള്ളൊരു പ്രശസ്ത സിനിമാ തിയേറ്റർ, അയാളൊരു ബ്രാഹ്മണനാണ്. അയാളുടെ മകൾ പോയിട്ട് പണ്ടാരടങ്ങി, ഏതോ ഒരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ചു. അവന് വേറെ പെണ്ണുണ്ട്, അത് പിന്നീട് കല്യാണം കഴിഞ്ഞ ശേഷം അറിയുന്നത്. ഈ പെണ്ണ് അവിടെ പോയി പിന്നെ മുട്ടയും കഴിക്കാൻ പറ്റില്ല, ചിക്കനും കഴിക്കാൻ പറ്റില്ല, ബീഫും കഴിക്കാൻ പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരാണെങ്കിൽ നിർബന്ധിക്കുക, ഇത് കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല നിർബന്ധിക്കുക. അവസാനം ഇതിന് മാത്രമായിട്ടൊരു അടക്കള അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ
വിവിധ തരം അച്ചാറുകൾ, ചോറ്, സാമ്പാറുമായിട്ട് അതങ്ങനെ ജീവിച്ചിപ്പോൾ അവിടെ ഉണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. തൃശ്ശൂരുണ്ടായ സംഭവമാണത്. അതുപോലെ ഒരിക്കൽ ആറാം തമ്പുരാൻ്റെ നാട്ടിൽ നമ്മളുടെ കൂറ്റനാട് അവിടെ ഒരു ഗീതയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് എന്തിനാ കൊണ്ടുപോയി, നമുക്ക് ആ വീട് വരെ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്താണ്, അയാൾ പറഞ്ഞൊക്കെ വീട് വരെ. അവിടെ ചെന്നപ്പോൾ പടി തുറന്ന കുറച്ച് ഉള്ളിലോട്ട് ആണ് അവരുടെ വീട്. അവിടെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ വന്ന് എൻ്റെ നാമീന്നും പറഞ്ഞ് അവരാ ചവിട്ടുപടിയും എന്നെ വീണു, തല അടിച്ച് വീണു, തലയ്ക്കും പൊട്ടി. ഞാൻ വിചാരിക്കും ഭ്രാന്താണെന്ന്. അവിടെ അവരുടെ ഭർത്താവോ മകനോ വന്ന് പിടിച്ച് അവരകത്തേക്ക് കൊണ്ട്, എന്നിട്ടും കരച്ചിലാണ്, എനിക്കിനി ജീവിതം വേണ്ട മറ്റേതെന്നൊക്കെയും പറഞ്ഞിട്ട്. അവർക്ക് ഉണ്ടായിരുന്ന ഒരു മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെണ്ണിനെ ആരോ പിടിച്ചുകൊണ്ട് കല്യാണം കഴിച്ചു. കല്യാണമല്ല, നിക്കാഹ്. അതിൻ്റെ വിഷമത്തിലാണ് അവർ എന്നെ കണ്ടപ്പോൾ ഇനി എനിക്കെന്തെങ്കിലും പ്രതിവിധി, ഞാൻ എൻ്റെ പ്രതിവിധി, പെണ്ണിൻ്റെ വഴിക്ക് പോയി. കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റും. 18 വയസ്സുള്ള പെണ്ണ് ആരപ്പാ പോയെന്ന്, ഏത് വീരപ്പൻ്റെ അടുത്താണോ, ഏത് കായംകുളം കൊച്ചിൻ്റെ അടുത്തേക്ക് പോയതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റൂ. അവരെ സമാധാനിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ വരുന്നവരാ കരച്ചിലോട് തുടർന്നിരുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോട് അനുബന്ധമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ സാഹചര്യവശാൽ ഈ പൊന്നാനി എന്നുള്ള കൂപത്തിൽ പെട്ടുപോയി. ഒരു പയ്യൻ്റെ ഒപ്പം പോയിട്ട് മതവും മാറി. മഞ്ചേരിയിൽ പോയിട്ട് സത്യസരണിയിൽ പോയിട്ട് മതവും മാറി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ നമ്മളുടെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. നായർ പോയിട്ട് ക്രിസ്ത്യാനി അയാളുടെ ഒരു 25 തലമുറ പിന്നെ അയാൾ നാക്രി എന്നറിയപ്പെടുന്ന നായർ ക്രിസ്ത്യാനി, പുലയ ക്രിസ്ത്യാനി, നായർ ക്രിസ്ത്യാനി, ഈ ക്രി, പുക്രി, നാക്രി എന്നൊക്കെ അറിയപ്പെടുക. അതേപോലെ തന്നെ ഇവിടെയും മുസ്ലിമായി മാറുക, അല്ലെങ്കിൽ മുസ്ലിം ആക്കുക. അവരെ പിന്നെ എപ്പോഴും കാണുന്നത് കാഫറുകളായിട്ടാണ്. ആ മുസ്ലിങ്ങൾ അവരൊരിക്കലും മുസ്ലിമായിട്ട് കാണാൻ അവിടെയുള്ള അമ്മ പെങ്ങന്മാരും അവർക്കത് എത്രയായാലും അത് കഴിയില്ല. ഇനി ആ മതവുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേരാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ ഇവള് ഹിന്ദു അച്ഛനമ്മയ്ക്കുണ്ടായതല്ലേ, കുറേ കാലം ശംഭോ മഹാദേവ എന്ന് വിളിച്ച് നടന്നതല്ലേ, ആയതുകൊണ്ട് തന്നെ 2ാം തരം 3ാം തരം ആയിട്ട് ഉൾപ്പെടുത്തുള്ളൂ. കാഫറുകളായിട്ട് അമുസ്ലിങ്ങളായിട്ട് ജനിച്ചതുകൊണ്ട് ഇനി അവർ ഏത് തരത്തെ മഹാത്മജി വരെ നരകത്തിലെന്നാണ് പറയണേ. മഹാത്മാജി വരെ നരകത്തിലാണ്. കാരണം അദ്ദേഹം ഹിന്ദുവായിട്ട് ജനിച്ചതല്ലേ. യേശു ക്രിസ്തു നരകത്തിലാണ്, അദ്ദേഹം ക്രിസ്ത്യാനായിട്ട് ജനിച്ചതാണ്. ഇവിടെ ഏത് രീതിയിൽ വൃത്തികേട്, എന്ത് രീതിയിൽ സ്വന്തം അമ്മയെ കയറി നടന്ന ഒരു മകനാണെങ്കിലും അയാൾക്ക് സ്വർഗ്ഗം അവിടെ വന്നോണ്ടേ. എന്താ പേര്? എൻ്റെ അബൂബക്കർ. ആ, സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്താ നിൻ്റെ പേര്? എൻ്റെ പേര് ഷെറീഫ്, ഞാൻ പാട്ടുകാരനായിരുന്നു. ആ, സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്താ നിൻ്റെ പേര്? കോയ. ആ, സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്താ നിൻ്റെ പേര്? എൻ്റെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. പോടാ അങ്ങോട്ട് പഠിക്കുന്ന നരകത്തിലേക്ക്, ആ വഴിക്ക് പോടാ. ഇതാണത്ര അവിടെ സ്ഥിതി. ഇങ്ങനെയൊക്കെയാണ് കരുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പൊന്നാലി പോയിട്ട് തൊപ്പിയിടണം. ഇങ്ങനെയാണ് ഈ പാവങ്ങളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇനി എന്ത് നന്മ ചെയ്താലും മുസ്ലിം അല്ലാതെ പിറന്നവളായതുകൊണ്ട് ആ ഒരു തരം തിരിവ് അവിടെ കാണുന്നർത്ഥം. ഈ കുട്ടി പാകം ചെയ്ത ഭക്ഷണം അവിടുത്തെ അമ്മായിമ്മ കഴിച്ചിരുന്നില്ല. ഞാനൊരിക്കൽ പള്ളിക്കുറുപ്പ് എന്ന സ്ഥലമുണ്ട് മണ്ണാർക്കാട്. ആ പള്ളിക്കുറുപ്പിൽ അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടെ ഗീത നടത്തുന്ന സമയത്ത് അവിടെ ആഹാരം കഴിക്കാൻ പോയിരുന്നൊരു വീടുണ്ട്. ആ വീട്ടിൽ അവിടെയുള്ള കാരണവർ അങ്ങേർക്കുള്ള ആഹാരം വേറെ അടുക്കളയിലാണ് ഉണ്ടാക്കുക. ഭാര്യ നായരാ, ഇങ്ങേരെ വേറെ എന്തോ കൊണാപ്പൻ ജാതിയാ. ഒന്ന് ആലോചിച്ച് നോക്കണം. 7 മക്കളുണ്ട് അയാൾക്ക്, 7 മക്കളുണ്ട്. എന്നിട്ട് ഭാര്യ വെച്ച് ആഹാരം കഴിക്കില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാട്ടോ, ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല.
ഈ പെൺകുട്ടി മുസ്ലിമായിട്ട് മതം മാറി ചെന്നിട്ട് പോലും ആ കുട്ടി വെച്ചിരുന്ന ആഹാരം അവിടുത്തെ അമ്മായിയമ്മ കഴിച്ചിരുന്നില്ല. ഹിന്ദുക്കളേക്കും കൂടോത്രം ചെയ്യുന്നവരാണ് അവരൊക്കെ. ചെകുത്താന്മാരെ ആരാധിക്കുന്നവരാണ്. അള്ളാഹു മാത്രമാണ് ദൈവം, ബാക്കിയൊന്നും ആരാധ്യരല്ല. ആ ഒരു രീതിയിലുള്ള വിശ്വാസം വെച്ചിട്ട് അവർ ഇവരോട് പെരുമാറിയിരുന്നത്. ഇവരുടെ പിതാവിൻ്റെ മരണവും അനുഭവങ്ങളും, പിതാവ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അയ്യോ അങ്ങനെ പാടില്ല, കാഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താണ്? കാഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവർ നരകത്തിൽ ബുക്കിടാണല്ലോ, ഞമ്മക്കുള്ളതാണല്ലോ സുന്നത്തിൽ ഫിർദൗസ്, സ്വർഗം. മാത്രമല്ല കാഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ 10 നാൾ 10 ദിവസം നീ നരകത്തിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി പറയും. മതം മാറ്റവും പൊന്നാനിയും, മതം മാറ്റത്തിൽ പൊന്നാനിയിൽ പോയ അനുഭവം ആ കുട്ടി പറയുന്നുണ്ട്. അവിടെ തന്നോടൊപ്പം തന്നെ വേറെയും പെൺകുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യം ആ കുട്ടി ഈ ഡോക്ടർ ആരിഫ് ഹുസൈനോട് വെളിപ്പെടുത്തുന്നുണ്ട്, ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. മദ്രസകളിൽ നിന്ന് കുട്ടികളോട് മറ്റു മതസ്ഥരോട് കൂട്ടുകൂടരുതെന്ന് പഠിപ്പിക്കുന്നതിലെ പ്രയാസവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി, ആ കുട്ടിയുടെ പ്രണയം അത് ലവ് ജിഹാദ് ആയിരുന്നില്ലെന്നും അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയ അബദ്ധമാണെന്നും അവർ പറയുന്നുണ്ട്. ഞാനത് ആ വീഡിയോ കേട്ടതാണ്. മുസ്ലിം വീട്ടുകാർ തങ്ങളെ സ്വീകരിക്കണമെങ്കിൽ മതം മാറണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. ഞാനിവിടെ ഹരിപ്പാട് നമ്മുടെ നവ്യ നായർ സിനിമാടി ഉണ്ടല്ലോ, അവരുടെ അമ്മയുടെ അമ്മ എൻ്റെ ഒരു അമ്മയുടെ പോലെയാണ് അവർ. ഞാൻ ഇമ്മണി വലിയ സ്വാമിയായാലും അവൾക്ക് എടാ എന്നാ വിളിക്കുള്ളൂ. അവരോട് അവരുടെ മകള് ഈ നവ്യ നായരുടെ അമ്മ വരെ പറഞ്ഞു, ടീച്ചർ പറയാൻ അങ്ങനെ വിളിക്കരുതമ്മേ, നീ പോടി, ഞാൻ അവനെങ്ങനെ വിളിക്കുള്ളൂ, ചിലപ്പോൾ ഡാ സന്യാസി എന്നാ വിളിക്കുക തന്നെ. അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ ആൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുപോലെ അവരുടെ ബന്ധത്തിലുള്ള ഒരു ആൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ മറ്റു വിവാഹം കഴിച്ചു. അവിടെ വന്ന സമയത്ത് മതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തോ സംശയം വന്നപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഈ വീടിനകത്ത് സന്തോഷമായിട്ട് ജീവിച്ചു, നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിച്ചു, ഇവരെ വിശ്വാസം, നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല എന്നാ പറഞ്ഞത്. അതിനുശേഷം അവരുടെ പേര് വിലാസിനിമ്മ എന്നാണ്, അവരുടെ പേര് പാതിരങ്ങളങ്ങനെയാണ് അവരുടെ വീട്. അവർ മരിച്ചു പോയി. പക്ഷേ ആ നാട്ടുകാരായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴും അവർ സന്തോഷമായിട്ട് ആ ദമ്പതികൾ അവിടെ ജീവിക്കുന്നുണ്ട്. മതം അവർക്കൊരു വിലങ്ങ് ആവുന്നില്ല ഒന്നിനും. പക്ഷേ അതിനകത്ത് ഇങ്ങനൊരു എലിമെൻ്റ് വന്ന് കയറി കഴിഞ്ഞാൽ, മുസ്ലിം എലിമെൻ്റ് കഴിഞ്ഞാൽ മതമാണ് ഏറ്റവും വലിയ പ്രശ്നം, സ്നേഹമല്ല അവിടെ പ്രശ്നം. ഇത് ലവ് ജിഹാദായിരുന്നില്ല ആ കുട്ടി പറയുന്നുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയ അബദ്ധമാണ്. മുസ്ലിം വീട്ടുകാർ തങ്ങളെ സ്വീകരിക്കണമെങ്കിൽ മതം മാറണം എന്ന നിർബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഒരു വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ എന്തായാലും പറയാം, നമ്മളുടെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയിരുന്നു, നമ്മളുടെ തിരുമാന്താംകുന്ന് ക്ഷേത്രമുള്ള സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഓർക്കുന്നില്ലല്ലോ. എനിവേ, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ഞാൻ പ്രോഗ്രാം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് അന്ന് CP ജനേട്ടൻ, RSൻ്റെ വലിയ ആൾ, അങ്ങനെ പറയണ്ടായി. ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്. ആ പയ്യന് അവിടെ ഒരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു, ജീവൻ്റെ ജീവനായിരുന്നു. ആ പെൺകുട്ടിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു, പഠിക്കാൻ സഹായങ്ങൾ ഇതൊക്കെയും ചെയ്തു. അവസാനം ആ കുട്ടി നല്ലൊരു പൊസിഷനിലേക്ക് എത്തി. വിവാഹം ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ചേട്ടാ എന്തേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതെന്താ? ചേട്ടൻ വേറെ ജാതിയല്ലേ, ഹിന്ദു അല്ലേ. അവൻ പഠിച്ച പണി 18 പോയിട്ടും ഈ കുട്ടിയുടെ അഭിപ്രായം ആയിട്ടാണ് അവന് തോന്നിയത്. പിന്നീട് അവൻ എന്ത് ചെയ്തു? അവൻ കെട്ടി തൂങ്ങി, ചത്തില്ല ഭാഗ്യത്തിന്. അവനെ ചൂണ്ടിക്കാണിച്ചിട്ട്
ഇപ്പോൾ അവൻ വലിയൊരു വലിയ ഹിന്ദുവായി, RSSകാരനായി അവൻ അവസാനമായപ്പോൾ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഞാൻ കണ്ട കുറേ കാര്യങ്ങളാണ് പറയുന്നത്. തൻ്റെ മക്കളോട് ഏത് മതത്തിൽ വിശ്വസിച്ചാലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹത്തോടെ പെരുമാറാനും താൻ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ്, ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം പുരുഷന്മാരെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന നിർബന്ധം എപ്പോഴും പറയുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണത്തിൽ അവൻ പറയുകയാണെങ്കിൽ അപ്പം തന്നെ കീറിക്കോ. അപ്പം അവന് മതമാണ് പ്രശ്നം, കൊതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം. ആ പെൺകുട്ടിയുടെ സ്നേഹമോ അവളുടെ ഹൃദയമോ അതല്ല പ്രശ്നം. അപ്പോൾ അത് പിന്നീട് പ്രശ്നമാകും. മുമ്പ് പറഞ്ഞ പോലെ എത്രയാണെങ്കിലും അവൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഹിന്ദു അച്ഛനമ്മമാരുടെ മക്കളായിട്ടല്ല ഇറങ്ങി വന്നത്. അതുകൊണ്ട് അവിടെ രണ്ടാന്തരായിട്ട് മാറും. ആയതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പ്രണയിച്ചോ, എപ്പോഴും വിവാഹത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് മതം മാറണട്ടോ പറഞ്ഞാൽ പോടാമില്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. വിവാഹത്തിന് മുൻപ് വിദ്യാഭ്യാസത്തിനും ജോലി നേടുന്നതിനും അതിനെ പ്രയോറിറ്റി നൽകണം. ഇനി പോയി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ 2 മക്കൾ വയറ് വീർപ്പിച്ച് കൊടുത്ത് 2 മക്കളെ ഉണ്ടായതിന് ശേഷമാണ് മതം മാറണട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെ മാറിയിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മക്കളായിട്ട് ഇറങ്ങിപ്പോരെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റി ചവിട്ടാൻ വേണ്ടി ഇടണ്ടാവണം. അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി ഹിന്ദു പെൺകുട്ടികൾ അതാ കണ്ടുവെക്കേണ്ടത്. അത് ഈ കുട്ടി പറയുകയാണ്. ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ മരിച്ചവരെ കാണാൻ പോകുന്നത് സ്നേഹം കൊണ്ടായിരുന്നു എങ്കിൽ പോലും ഹിന്ദു ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു വിലക്കി. അമുസ്ലിങ്ങളെ കാണാൻ പാടില്ല, അവർക്ക് സലാം കൊടുക്കാൻ പാടില്ല, അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അത്രയും ഹറാമാണ്. ഈ വിശ്വാസമാണ് അവർക്കുള്ളത്. അവിടെ അവർ കുഴലിനകത്ത് പെട്ട പോലെ, കുഴൽ കിണറുണ്ടല്ലോ, അല്ലെങ്കിൽ ചില കുട്ടികൾ വീണ് പോകുന്നു പറയില്ല, എന്ന് പറഞ്ഞാൽ മേലോട്ടുമില്ല കീഴോട്ടുമില്ല, തല എങ്ങനെയാ അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും, ശ്വാസം ഉണ്ടാവില്ല. ആ ഒരവസ്ഥ. പ്രസവ സമയത്ത് ആശുപത്രിയിൽ വെച്ച് താൻ ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റു സ്ത്രീകൾ നടത്തിയ പ്രതികരണങ്ങൾ, ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും പോലും അവർ കാണുന്ന രീതി, അതൊക്കെ തന്നെ വേദനിപ്പിച്ചു എന്ന് കുട്ടി പറയുന്നുണ്ട്. ഏത് മതത്തിലാണെങ്കിലും സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ കഴിയണം. മതം മാറിയിട്ട് രണ്ടാന്തരം പൗരന്മാരായിട്ട് ജീവിക്കേണ്ടുന്ന അവസ്ഥ വരരുത്. അതാണ് ആ കുട്ടി ആവർത്തിച്ച് പറയുന്നത്. അതുകൂടാതെ ഇസ്ലാം എന്ന പേരിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിന് തന്നെ ദോഷമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പം അതാണ് ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി, ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തി, ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി, നബിദിന അദ്ദേഹത്തിൻ്റെ പ്രവാചക ചര്യ, ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരു കഴിഞ്ച് പോലും ഇപ്പോൾ ഇവിടെയുള്ള അള്ളാഹുവിൻ്റെ ബാപ്പ ചമയുന്ന ആൾക്കാർ അതിൻ്റെ ഒരു കഴിഞ്ച് പോലും എല്ലാവരും ഈ പറഞ്ഞോണം മറ്റേ തന്നെ മതമാണ് പ്രശ്നം പറയും. പക്ഷെ സത്യമതല്ല, പണമാണ് പ്രശ്നം. അതിന് മതത്തെ വിനിയോഗിക്കൂ, അതാണ് ഇവിടെ ആൾക്കാർ ചെയ്യുന്നത്. അതിന് മതത്തെ വിനിയോഗിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ മതം എന്ന് പറഞ്ഞ് നടക്കാറില്ല. കൃത്യമായിട്ട് സമ്പ്രദായപ്രകാരം ലീനേജിൽ നിന്ന്, പരമ്പരയിൽ നിന്ന് ഞാൻ പ്രസ്ഥാനത്രയം പഠിച്ചവനാണ്. ഇപ്പോൾ ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് 8 വർഷമായിട്ട് യൂട്യൂബിൽ വരുമ്പോൾ എന്താ പറയുക, നമസ്കാരം, അത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് ഓം ഭദ്രം കർണേ വിഷ്ണുയാമ ദേവാഹ ഭദ്രം പശ്യേം ഹാക്ഷവ്യതിയജത്രാഹ സ്ഥിരൈനങ്കേ ഞാൻ ചെല്ലാറുണ്ടോ? അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ ഒരു കൊഞ്ഞാണൻ വിദ്യയാണത്. അതാണ് ഇവന്മാർ തുടങ്ങുമ്പോഴേക്കും കുറേ ഇവനെന്താ അറബി തന്തയ്ക്കുണ്ടായവനാണോ? ഇവൻ്റെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഇവൻ ഈ പറയുന്നത്, ഈ പപ്പടത്തലയാൻ ആ മദനീമൻ എടുത്തുണ്ടല്ലോ, അവൻ മറ്റേ വലിയ ആളല്ല കേട്ടോ, വേറെ ഒരുത്തരുണ്ട്, ഒരു പൗഡർ കുട്ടപ്പൻ, ഒരു ഊശാമ്പി ചാന്തുപൊട്ട്, അവനിക്കും കുറേ അറബി പദ്യങ്ങൾ ചൊല്ലും. ഞാൻ എന്തോ സംതിങ് സ്പെഷ്യലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അറബി പറയാൻ അറബികൾക്കേ കഴിയുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. എന്നോടൊരു അറബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന അറബിയൊന്നും ശരിയില്ലെന്ന് ഇവന്മാരോട് പറയുന്നത്. എനിവേ,
ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അവിടെയുള്ള മനുഷ്യർ മുഴുവൻ ഭാരതീയരാണ്. ഹിന്ദുസ്ഥാനമാണിത്. ഇവിടെയുള്ള സർവരും ഹിന്ദുക്കളാണ്. ഹിന്ദു മതമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹിന്ദുസ്ഥാനത്തിൽ കഴിയുന്ന എല്ലാവരും ഹിന്ദുക്കൾ. അതുകൊണ്ട് എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയും അതാണല്ലോ, ഓത്ത് അതാണല്ലോ. ഭാരതം നമ്മുടെ ഭൂമിയാണ്, ഇവിടെ ജീവിക്കുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അവരെ സഹജീവികളായിട്ട് കാണാൻ ശ്രമിക്കണം. ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ കയ്യിലുള്ള ആ ഒരു പെൺകുട്ടി മതം മാറിയിട്ടുണ്ടായ സംഭവങ്ങൾ അറിയാലോ, ആ കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും 19-ാം തീയതി ഈ വരുന്ന ആഴ്ച 19-ാം തീയതി ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ കോയ കോളിംഗ് അത് കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട്. ഞാനവിടെ പോകുന്നുണ്ട്. ഞാനവിടെ അദ്ദേഹം ക്ഷണിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. ക്ഷണിച്ചിട്ടല്ല പോകുന്നത്. എന്നാലും അവിടെ ഒരു മൂലയ്ക്കൊരു കസേര എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ നിന്ന് കാണും. എന്താണ് അദ്ദേഹം പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താണ് ഇസ്ലാം എന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഐഷ ബീവി അവർ പറഞ്ഞ പോലെ നബി ചര്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആൻ മനസ്സിലാക്കി. മറ്റേ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ആ അറ്റം മുതൽ ഏറ്റം വരെ, പ്രവാചകൻ ജനിക്കുന്നതിന് മുൻപും പ്രവാചകൻ്റെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമുള്ള ഖലീഫുമാരുടെ ജീവചരിത്രമൊക്കെ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേ ചാനലിൽ. പക്ഷെ ഇപ്പോൾ എനിക്കറിയേണ്ടത് അതിനെ വികൃതമാക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഈ ഖുറാനിലുള്ള പല കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കില്ല. അതൊക്കെയാണ് അദ്ദേഹം എണ്ണി പറയുന്നത്. ഒന്ന് കേൾക്കണം. ഞാൻ മറ്റേ ടി വിയിലും മറ്റേ യൂട്യൂബിലും കേൾക്കാറുണ്ടൊന്നുമില്ല, നേരിട്ടൊന്ന് കേൾക്കാനും മോഹം കൊണ്ട് ഞാനും കോഴിക്കോട് വരുന്നുണ്ട്. ഏതായാലും അത്തരം പരിപാടി വിജയിക്കണം എന്നല്ല, അത്തരം പരിപാടികളോട് നടക്കണം. ഇപ്പം ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ പൗഡർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മുഖത്തെ ഈ മറ്റിതുണ്ടല്ലോ, എണ്ണയുടെ അംശം കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോപ്പിട്ടുകയും കഴുകും. ആ സമയത്ത് ഞാൻ അറിയാതെ ഇവിടെ കരിയായിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, ഇവിടെ കരി അതെനിക്ക് കാണാൻ പറ്റുമോ? ഈ ലോകത്തിൽ പ്രേം നസീറിൻ്റെ മുഖം എനിക്കറിയാം, രാഘവൻ്റെ മുഖം അറിയാം, അമിതാഭ് ബച്ചൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മുഖം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു? കണ്ണാടിയിൽ കണ്ടു അല്ലേ? നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാണാൻ ആരും കൂടി പറ്റുന്ന കാര്യം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നീളമുള്ള മൂക്കാണ്, ഈ മൂക്കിൻ്റെ മുൻഭാഗം കാണാൻ പറ്റും. നിങ്ങളുടെ പിൻഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ ചന്തി നല്ല ഭംഗിയുണ്ടാവും, കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല. നമ്മളെ കാണുന്നില്ല. നമുക്ക് നമ്മളെ കാണണമെങ്കിൽ നമ്മൾ ആരോടും വിളിച്ചു ചോദിക്കണം, ചേട്ടാ അങ്ങോട്ട് വന്നേ, എൻ്റെ മുഖത്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം നിങ്ങളുടെ കൽപ്പനകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, അതിൻ്റെ ശരികളും ശരിയല്ലായ്മകളും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വിമർശകന്മാരുടെ മുമ്പിൽ ചെല്ലണം. നിങ്ങൾ സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ സ്വാമി ഈ ലോകത്തെ ഏറ്റവും സുന്ദരനാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിലല്ല ചെല്ലേണ്ടത്. സ്വാമിയെ കാണാൻ കൊള്ളാം, പക്ഷേ സ്വാമിയുടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അതങ്ങനെയാണ്. ഈ ചെവി ഉണ്ടല്ലോ ആനയുടെ പോലെ നിൽക്കണേ, അത് മറ്റുള്ളവർ വിമർശനമാണ് വാസ്തവത്തിൽ നമുക്ക് ഒരു സർഗാത്മകത ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിന്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് സ്വയം പരിണമിക്കാൻ കഴിയുന്നത്. അതേ സമയത്ത് പ്രിയതരമായിട്ടുള്ള വചനങ്ങൾ അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് ഇപ്പോൾ വിഭജിച്ചറിയാൻ പറ്റില്ല. എനിക്ക് പണ്ഡിതന്മാർക്കേ പറ്റുള്ളൂ. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പാണക്കാടന്മാരാണെങ്കിലും സമസ്തക്കാരാണെങ്കിലും മുൻസീറ്റിൽ പോയിട്ടിരിക്കണം. എന്താണ് ആരിഫ് ഹുസൈൻ പറയുന്നതെന്ന് കേൾക്കേണ്ടത്? ഇത് ഇന്ത്യയാണിത്.
ഇന്ത്യയാണത്. ഇന്ത്യ പ്രധാനമന്ത്രി വഴികൂടെ പോകുമ്പോൾ കൊടി കാണിക്കാം നമുക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി മൂർദാബാദ് എന്ന് വിളിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് വീഡിയോ ഇടാം, അവരിന്ന് ആരും കയറി പിടിക്കില്ല. ഇന്ത്യയാണത്. ഡോക്ടർ ആരിഫ് ഹുസൈന് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ തൊള്ളയിലേക്കല്ലല്ലോ, നിങ്ങളുടെ ചെവിട്ടിലേക്കല്ലല്ലോ പ്രസംഗിക്കുന്നത്. അദ്ദേഹം പൊതുസ്ഥലത്താണ് അല്ലെങ്കിൽ ഹാളിലാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേൾക്കാൻ ചെല്ലണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യും കാലും വെട്ടിക്കളയണം. ആരുടെ? ആരിഫ് ഹുസൈൻ്റെ. എങ്ങനെ? ഇനി ആരിഫ് ഹുസൈൻ നിവർന്ന് നടക്കരുത്, കുനിഞ്ഞ് നടക്കണം. അതുപോലെയുള്ള ചോദ്യശരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നിങ്ങൾ ഖണ്ഡിക്കണം. അല്ലാണ്ട് വെട്ടോത്തിൻ്റെ കാല് വിട്ടല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നിങ്ങൾക്ക് അമർച്ച ചെയ്യാൻ പറ്റുമോ? ചോദ്യമുണ്ട്. അവിടെ ചെല്ല്. ഏതായാലും പ്രസംഗിച്ച് പോകുന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവുമല്ലോ. ആ ചോദ്യത്തിന്, അല്ല ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലേ, അത് ശരിയല്ല കേട്ടോ. എന്നിട്ട് ആ ഗ്രന്ഥമെടുത്തത് ഇങ്ങനെയാണല്ലോ എഴുതി വെച്ചത്. അങ്ങനെയാണോ? ഐ ആം സോറി എന്ന് പറയിപ്പിക്കണം. എന്നിട്ട് അവിടെ തല ഉയർത്തി നടന്നു വന്ന് ആരിഫ് ഹുസൈൻ തിരിച്ചു പോണ സമയത്ത് തലയും താഴ്ത്തി എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ വരുത്തി വയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിന് ഇതാണ് ആയുധം. തലയ്ക്കകത്തുള്ള വിവേചന ശക്തിയാണ് ആയുധം. കൃത്യമായിട്ടുള്ള അറിവാണ് ആയുധം. അല്ലാതെ ആരിഫ് ഹുസൈൻ ആരും കേൾക്കാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. നമസ്കാരം.